ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മലങ്കര സഭയുടെ പുതിയ മെത്രാനായി മാവേലിക്കരയിലേക്ക് അഭിമന്യ ക്ലീമിസ് ബാവ തിരുമേനി നമുക്ക് നൽകിയിരിക്കുകയാണ്. മാവേലിക്കര ഭദ്രാസനം പ്രശസ്തമായ നിലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഇഗ്നാത്യോസ് തിരുമേനി സഭയുടെ നിയമങ്ങളനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണമെന്നുള്ള നിബന്ധന കൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുകയും കല്ലുമലയിൽ ഒരു സ്ഥാപനത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രത്യേകത. മലങ്കര ചർച്ച് ഈസ് എ ഗ്രോയിങ് ചർച്ച്. വളരുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ എന്നുള്ളത്. അഭിവന്ദ്യനായ ക്ലീമിസ് ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സഭ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളെ ഈ സന്ദർഭത്തിൽ ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ളൊരു കഴിവ് നമ്മുടെ ക്ലീമിസ് ബാവ തിരുമേനിക്കുണ്ട്. പല സാമൂഹ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുകയും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വളരെ കഠിനമായ പരിശ്രമങ്ങൾ നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന കർദിനാൾ തിരുമേനി കേരളീയ സമൂഹത്തിന് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, തന്നെയുമല്ല ദീർഘമായ പ്രസംഗത്തിനും പ്രസക്തിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി മാവേലിക്കരയിൽ ഈ നമ്മുടെ എല്ലാം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഇഗ്നാത്യോസ് തിരുമേനിയുടെ പ്രവർത്തന കാലഘട്ടം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതായിരുന്നു. അദ്ദേഹം ഇനിയും മാവേലിക്കരയെയും നമ്മുടെ സമൂഹത്തെയും സേവനം നൽകാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോളികാർപ്പസ് എന്നതിൻ്റെ അർത്ഥം ഫലസമൃദ്ധിയുള്ള ഒരു വൃക്ഷം എന്നുള്ളതാണ്. ഫലസമൃദ്ധിയുള്ള ഒരു വൃക്ഷം എത്ര മനോഹരമാണ്. ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഫലസമൃദ്ധമായ വൃക്ഷത്തിൻ്റെ മറ്റൊരു പേരാണ് പോളികാർപ്പസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് മുഴുവൻ വെളിച്ചം നൽകാൻ കഴിയുന്ന ഒരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പുരോഹിത ഇടയന്മാർ, ബിഷപ്പന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. വിശുദ്ധ യോഹന്നാൻ്റെ 15ഉം 16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പുതിയ ബിഷപ്പായി പോളികാർപ്പസ് തിരുമേനി ചാർജ് എടുത്ത ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 ഇൻ്റർവ്യൂസ് വായിക്കുകയുണ്ടായി. വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത്, ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങളെ സംരക്ഷിക്കും. കേരളം ഇന്ന് ഏതാണ്ട് ഒരു വയോജന സംസ്ഥാനമാണ്. നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടുത്തെ ജീവിതം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രായമുള്ളവരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ച് 66% ആളുകൾ 35 വയസ്സിന് താഴെയാണ്. അപ്പം ആ ചെറുപ്പക്കാരിന്ന് കേരളത്തിൽ ഇല്ലാതെ വരുന്നൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ അഭിനന്ദനായ പിതാവ് തിരുമേനി ഇവിടെ പറഞ്ഞത് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കും. അതൊരു വലിയ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം സഭയുടെ സ്ഥാപനങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇന്ന് ധർമ്മച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ധാർമ്മികമായ ഔന്നത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സഭയുടെ
ബിഷപ്പ് തിരുമേനി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മൂന്നാമതായി പറഞ്ഞത്, ലഹരിയും മൊബൈൽ ഫോണിൻ്റെയും അടിമത്തത്തിൽ നിന്ന് യുവാക്കളെ രക്ഷിക്കാനുള്ള പ്രചരണ മാർഗങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് ലഹരി ഒരു വലിയ പ്രശ്നമാണ്. ലഹരിയുടെ വേരറക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാനിപ്പോൾ എല്ലാ ജില്ലയിലും പ്രൗഡ് കേരള എന്ന ഒരു NGO ഞാൻ എൻ്റെ നേതൃത്വത്തിലുണ്ട്. ഞങ്ങൾ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് ആളുകളെ എല്ലാവരെയും, രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാമൂഹ്യ മത നേതാക്കന്മാരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വാക്കത്തോൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഡ്രഗ്സിനെതിരെ അഭിവന്ദനായ തിരുമേനി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. മറ്റൊന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ, നമ്മളൊക്കെ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അടിമയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വലിയ അപകടകാരിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മൊബൈൽ ഫോണിന് എന്നെ അറിയാം. ഞാൻ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ബാങ്കിലെ എൻ്റെ ഇടപാടുകൾ എത്ര, ഞാൻ ആരോട് ദീർഘമായി സംസാരിക്കുന്നു, ഇതെല്ലാം മൊബൈൽ ഫോണിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കൂടുതൽ സമയം നമ്മൾ മൊബൈലിൽ സംസാരിച്ചാൽ മെറ്റ എന്ന് പറയുന്ന ഒരു ഏജൻസി അത് അടുത്ത മണിക്കൂറിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത് പകർത്തുകയാണ്. മൊബൈൽ ഫോൺ വലിയ അപകടമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ കണ്ടെത്തണമെങ്കിൽ അവരുടെ മൊബൈൽ പരിശോധിച്ചാൽ മതി. പക്ഷേ നമുക്കതിൽ നിന്ന് മോചനമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തെ ബോധവൽക്കരണത്തിലൂടെ മാറ്റാനാണ് തിരുമേനി ശ്രമിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും കൂടെ നിങ്ങളെ പാലിക്കും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ഉത്തമനായ നായകനായും ദാവീദിനെ പോലെ ധീരനും സോളമനെ പോലെ ജ്ഞാനിയുമാകാൻ പോളികാർപ്പസ് തിരുമേനി അങ്ങയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാവേലിക്കര ഭദ്രാസനം എന്ന് പറയുന്ന മാവേലിക്കര മാത്രമല്ല, അരുൺകുമാറിനോട് ഞാൻ പറഞ്ഞു, ഹരിപ്പാട് കൂടെ ചേർന്നതാണ് ഈ മാവേലിക്കര ഭദ്രാസനം. അങ്ങനെ അവിടെ നിന്നുള്ള എല്ലാ സിസ്റ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഹരിപ്പാടിലെ ജനതയ്ക്ക് വേണ്ടി പോളികാർപ്പസ് തിരുമേനിക്ക് സർവ്വമംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലീമിസ് ബാബ തിരുമേനി, അദ്ദേഹത്തെ പറ്റി ഒരു വാചകം പറയാതെ പോകുന്ന തെറ്റാണ്. കേരളീയ സമൂഹത്തിന് ക്രൈസ്തവ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൻ്റെ. കഴിഞ്ഞ ദിവസം ക്ലീമിസ് ബാബ തിരുമേനിയുടെ സഹോദരി മരിച്ചു. ഞങ്ങളെല്ലാം അവിടെ പോയിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ഒഴുകിയെത്തിയത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ വന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയാണ്. അത് മലങ്കര സഭയ്ക്കൊരു വലിയ നേട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരുന്ന സഭയാണ് ഈ മലങ്കര സഭ. ആ വളർച്ചയിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തന പാടവം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെയും ഇതര സമൂഹത്തെയും ഒരുപോലെ സ്നേഹിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ക്ലീമിസ് ബാബ തിരുമേനിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.